അമൈൻസ്. സോ കെയിം 2025 ഈ ചാപ്റ്ററിൽ നിന്ന് എന്തൊക്കെ പഠിക്കാനുണ്ട്, റിയാക്ഷൻസ് ഏതൊക്കെയാണ്, പ്രിപ്പറേഷൻസ് എങ്ങനെയൊക്കെയാണെന്നാണ് ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. സോ ആദ്യം തന്നെ ക്ലാസിഫിക്കേഷൻ ഓഫ് അമൈൻസ്. സോ ബാക്കിയുള്ള ക്ലാസിഫിക്കേഷൻ പോലെ ഇപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഈ ആൽക്കഹോൾ പ്രൈമറി, സെക്കൻഡറി, ടെർഷറി എങ്ങനെ ക്ലാസിഫൈ ചെയ്തത്. പ്രൈമറി കാർബണിലോട്ട് അറ്റാച്ച് ചെയ്തെന്ന OH ആണെങ്കിൽ അത് പ്രൈമറി ആൽക്കഹോൾ എന്നും, സെക്കൻഡറിയിലോട്ട് അറ്റാച്ച് ചെയ്ത OH ആണെങ്കിൽ സെക്കൻഡറി ആൽക്കഹോൾ എന്നും, ടെർഷറി കാർബണിലോട്ട് അറ്റാച്ച് ചെയ്ത ആൽക്കഹോൾ ആണെങ്കിൽ OH ആണെങ്കിൽ അതിന് ടെർഷറി ആൽക്കഹോൾ എന്നാണ് പറയുക. സോ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ പ്രൈമറി അമൈൻ എന്ന് പറഞ്ഞാൽ NH2 ഫോമിലുള്ളത് പ്രൈമറി അമൈൻ, NH ഫോമിലുള്ളത് സെക്കൻഡറി അമൈനും, R3N ഫോമിലുള്ളത് ടെർഷറി അമൈനും ആയിരിക്കും. സോ ഇതിന് നമ്മൾ മീത്തൈൽ അമൈൻ എന്നും CH3NH2 ആണ് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ. സെക്കൻഡറി അമൈൻ ഡൈമീഥൈൽ, 2 മീഥൈൽ ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ അതൊരു എക്സാമ്പിളാണ്. 2 മീഥൈൽ ഗ്രൂപ്പ് ഉള്ള അമൈൻ ഡൈമീഥൈൽ അമൈൻ. പേരിന് മാറ്റമൊന്നുമില്ല, ഡൈമീഥൈൽ അമൈൻ, ട്രൈമീഥൈൽ അമൈൻ അങ്ങനെയാണ് വരുന്നത്. ഓക്കെ, സോ ഡിഫറൻസ് മനസ്സിലായോ? മറ്റത് പ്രൈമറി കാർബണിലോട്ട് അറ്റാച്ച് ചെയ്യും. ഇവിടെ കാർബൺ എന്ന് പറഞ്ഞൊരു സംഭവം വരുന്നില്ല, ഉണ്ട്, പക്ഷേ എന്നാലും ഇവിടെ എന്നിൻ്റെ കൂടെയുള്ള ഹൈഡ്രജൻ്റെ വെച്ചിട്ടാണ് നമ്മൾ പ്രൈമറി, സെക്കൻഡറി, ടെർഷറി ക്ലാസിഫൈ ചെയ്യുന്നത്. ഓക്കെ, 2 ഹൈഡ്രജൻ ആണെങ്കിൽ പ്രൈമറി, 1 ഹൈഡ്രജൻ ആണെങ്കിൽ സെക്കൻഡറി, ഒന്നും ഇല്ലെങ്കിൽ എന്താ ടെർഷറി ആയിരിക്കും. ഇനി പ്രിപ്പറേഷൻ മെത്തേഡ്സ്. സോ അതിൻ്റെ പ്രിപ്പറേഷൻ ആൽക്കൈൽ ഹാലൈഡ്സ് ഉണ്ടാക്കും. ആൽക്കൈൽ ഹാലൈഡ്സ് അമോണിയായിട്ട് റിയാക്ട് ചെയ്താൽ നമുക്ക് അമൈൻ കിട്ടും. ഈ പ്രോസസ്സിന് നമ്മൾ ഹോഫ്മാൻസ് അമോണോളിസിസ് എന്നാണ് പറയുക. ഹോഫ്മാൻസ് അമോണോളിസിസ്. ഓക്കെ, റിയാക്ഷൻ മനസ്സിലായോ? ഒരു ആൽക്കൈൽ ഹാലൈഡ് അമോണിയായിട്ട് റിയാക്ട് ചെയ്താൽ ഈ ഹാലോജൻ പോയിട്ട് ഇങ്ങോട്ട് റിയാക്ട് ചെയ്തിട്ട് ഇവിടെ നിന്നുള്ള ഒരു NH2 വന്നിട്ട് ഇവിടെ ബോണ്ട് ഉണ്ടാകും. അങ്ങനെയാണ് 6 NH2 പിന്നെ ഒരു HX ഫോം ചെയ്യുന്നത്. നമുക്ക് രണ്ടാമത് നൈട്രോ കോമ്പൗണ്ട് ഒന്ന് ഉണ്ടാക്കാം. നൈട്രോ കോമ്പൗണ്ട് എന്ന് വരുന്നതാണ് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. 6 NO2 നമ്മൾ SnCl2 ഇൻ പ്രസൻസ് ഓഫ് HCl ചെയ്താൽ 6 NH2 കിട്ടും. ഓക്കെ, 6 NO2 ആൽക്കൈൽ നൈട്രേറ്റിന് SNും HCl വെച്ചിട്ട് ചെയ്താൽ നമുക്ക് അമൈൻ കിട്ടും. പിന്നെ എന്തും കിട്ടും? വാട്ടറും കിട്ടും. അടുത്തത് നൈട്രൈലാണ്. RCN നമ്മൾ ലിഥിയം അലൂമിനിയം ഹൈഡ്രൈഡ് വെച്ചിട്ട് റിയാക്ഷൻ ചെയ്താൽ നമുക്ക് എന്താ കിട്ടുകയെന്ന് വെച്ചാൽ ഇവിടെ ഒരു Cൻ്റെ കൂടിയും ഒരു 2 H2 വരും, നൈട്രജൻ്റെ കൂടിയും 2 H2 വരും. അതായത് RCH2NH2. ഓക്കെ, ഒരു കാർബൺ കൂടുതലുള്ളൊരു ഫോം ആയിരിക്കും വരുന്നത്. ഓക്കെ അല്ലേ? അല്ല, കാർബൺ കൂടുതലല്ല, കാർബൺ സെയിം ആയിരിക്കും. ഓക്കെ, ഇനി ഫ്രം അമൈഡിൽ നിന്നിട്ടാണെങ്കിൽ RCONH2 ഓക്കെ, RCONH2 അമൈഡിന്, അതായത് അമൈഡ് എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? CH3CONH2. സോ ഈ ഒരു ഫോമിൽ എഴുതുന്നതിനാണ് നമ്മൾ അമൈഡ് എന്ന് പറയുന്നത്. സോ അമൈഡിന് ബ്രോമിൻ ഇൻ പ്രസൻസ് ഓഫ് NaOH ആയിട്ട് റിയാക്ട് ചെയ്താൽ നമുക്ക് 6 NH2ഉം Na2CO3 NaBr H2ഉം കിട്ടും. ഈ ഒരു റിയാക്ഷനാണ് ഹോഫ്മാൻ ബ്രോമമൈഡ് റിയാക്ഷൻ. ഈ റിയാക്ഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഇനി ഗബ്രിയേൽ താലിമൈഡ് സിന്തസിസ്. ഈ ഒരു റിയാക്ഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. ഗബ്രിയേൽ താലിമൈഡ് സിന്തസിസ്, അതായത് താലിമൈഡിന് KOH ഇൻ പ്രസൻസ് ഓഫ് ആൽക്കൈൽ ഹാലൈഡ് റിയാക്ഷൻ നടത്തിയാൽ 6 NH2 കിട്ടും. ഓക്കെ, താലിമൈഡിന് KOHും RXും ആയിട്ട് റിയാക്ട് ചെയ്താൽ നമുക്ക് 6 NH2 കിട്ടും. ഇനി ഇതിൻ്റെ ഫിസിക്കൽ പ്രോപ്പർട്ടിയാണ് ബോയിലിംഗ് പോയിൻ്റ്. പ്രൈമറി, സെക്കൻഡറി, ടെർഷറി എന്നുള്ള ഓർഡറിലാണ് വരുന്നത്. കാരണം ഡ്യൂ ടു ഹൈഡ്രജൻ ബോണ്ടിങ് പ്രൈമറി അമൈൻസിനായിരിക്കും കൂടുതൽ ബോയിലിംഗ് പോയിൻ്റ് വരുന്നത്. സോലബിലിറ്റി വരുന്നത് ലോവർ അമൈൻസിന് അപ് ടു C4 വരെ വാട്ടറിൽ സോലുബിളാണ്, അതിനുശേഷം വാട്ടറിൽ ഇൻസോലുബിളാണ്. ഓക്കെ, ഇനി കെമിക്കൽ റിയാക്ഷൻസ് ആണ്. ബേസിക് ക്യാരക്ടർ ഉണ്ട്, Kയും Bക്കും. ഈ അമൈന് കുറച്ച് ബേസിക് ക്യാരക്ടറുള്ള കൂട്ടത്തിലുള്ളതാണ്. അപ്പം ഓർഡർ ഇൻ ഗ്യാസ് ഫേസിലാണെങ്കിൽ ടെർഷറി, സെക്കൻഡറി, പ്രൈമറി ആയിരിക്കും. പിന്നെ NH അമോണിയ, പിന്നെയാണ് അമോണിയ വരുന്നത്. ഓക്കെ, ഇനി അക്വസ് ഫേസിലാണ്, ഒരു ലിക്വിഡ് ഫേസിലാണെങ്കിൽ നമുക്ക് സെക്കൻഡറി
പ്രൈമറി, ടെർഷറി, അമോണിയം. സോ ഈ ഓർഡർ മാറിപ്പോകരുത്. ഇത് ചോദിക്കാറുണ്ട് അക്വസ് ഫേസിലും ഗ്യാഷ്യസ് ഫേസിലും ചിലപ്പം ചോദിക്കാറുണ്ട്. അപ്പോൾ നമ്മളോട് ഓർഡർ മാറിപ്പോകരുത്. ഓക്കെ. പിന്നെ റിയാക്ഷൻ വിത്ത് ആസിഡ്സ്. ആസിഡ് വെച്ചിട്ട് റിയാക്ട് ചെയ്താൽ നമുക്ക് അമൈന് HCl-ആയിട്ട് റിയാക്ട് ചെയ്താൽ നമുക്ക് RNH3Cl- കിട്ടും. RNH3+Cl-. ഇനി ആൽക്കലേഷൻ. അമൈനെ നമ്മൾ RX-ആയിട്ട് റിയാക്ട് ചെയ്താൽ നമുക്ക് R2NH ഒരു പ്രൈമറി സെക്കൻഡറി അമൈന് കിട്ടും. വീണ്ടും അതിനെ റിയാക്ട് ചെയ്താൽ ടെർഷറി അമൈന് കിട്ടും. ഓക്കെ. അതായത് പ്രൈമറി അമൈനെ നമ്മൾ RX-ആയിട്ട് റിയാക്ട് ചെയ്താൽ സെക്കൻഡറി അമൈനും വീണ്ടും ചെയ്താൽ ടെർഷറി അമൈനും കിട്ടും. ഓക്കെ അല്ലേ? ഇനി അസൈലേഷൻ. അമൈന് CH3COCl-ആയിട്ട് റിയാക്ട് ചെയ്താൽ RNHCOCH3 ഒരു അമൈഡ് കിട്ടും. ഓക്കെ. പ്ലസ് HCl കിട്ടും. കാർബൈൽ അമൈൻ റിയാക്ഷൻ. അമൈനെ CHCl3 KOH ആയിട്ട് റിയാക്ട് ചെയ്താൽ RNC ആണ് കിട്ടുക. CN അല്ല, NC കിട്ടും. ഇതിനൊരു ഫൗൾ സ്മെൽ ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ഫൗൾ സ്മെൽ ടെസ്റ്റാണ്. പ്രൈമറി അമൈൻസിന് മാത്രമേ ഇത് ചെയ്യാറുള്ളൂ. ഓക്കെ. ഇത് പ്രൈമറി അമൈൻസിന് മാത്രമേ ചെയ്യാറുള്ളൂ. ഇനി ഡയസറ്റൈസേഷൻ. അത് അരോമാറ്റിക് പ്രൈമറി അമൈനാണ് ഡയസറ്റൈസേഷൻ ചെയ്യാറ്. പ്രൈമറി അമൈന് അരോമാറ്റിക് NH2-നെ NaNO2+HCl 0 to 5 ഡിഗ്രിയിൽ ചെയ്താൽ നമുക്ക് ഇങ്ങനൊരു ഫോമാണ് കിട്ടുക, N2Cl. ഇത് ഭയങ്കര റിയാക്റ്റീവ് ആയിട്ടുള്ള ഫോമാണ്. ഓക്കെ. പിന്നെ ഹിൻസ്ബർഗ് ടെസ്റ്റ്. ഹിൻസ്ബർഗ് ടെസ്റ്റിൽ പ്രൈമറി അമൈൻ ആണെങ്കിൽ ഫോം സൾഫമൈഡ് സോലുബിൾ ഇൻ NaOH. NaOH-ൽ സോലുബിൾ ആയിട്ടുള്ളത് ഉണ്ടാകും പ്രൈമറി ആണെങ്കിൽ. സെക്കൻഡറി അമൈൻ ആണെങ്കിൽ ഇൻസോലുബിൾ ഇൻ NaOH ആയിരിക്കും ഫോം സൾഫമൈഡ്. ടെർഷറി അമൈന് റിയാക്ഷൻസ് ഇല്ല. അപ്പോൾ ഹിൻസ്ബർഗ് ടെസ്റ്റ് നമുക്ക് പ്രൈമറി, സെക്കൻഡറി, ടെർഷറി ആണോ എന്ന് കണ്ടുപിടിക്കാൻ പറ്റും. ഇനി ബേസിസിറ്റി കോൺസ്റ്റൻറ്റ് K എന്ന് പറഞ്ഞാൽ RNH3+OH- RNH2. ഇതാണ് Kൻ്റെ ഫോർമുല വരുന്നത്. PK ആണെങ്കിൽ PK =- log K ആയിരിക്കും. pH ഓഫ് അമൈൻ സൊല്യൂഷൻ pH = 14 - pKa - log C/2 ഫോർ വീക്ക് ബേസ്. ഈ ക്വസ്റ്റ്യൻ ചെയ്യാം. വിച്ച് അമൈൻ ഗീവ് കാർബലമൈൻ ടെസ്റ്റ്. കാർബലമൈൻ ടെസ്റ്റ് തരുന്നത് പ്രൈമറി അലിഫാറ്റിക് ഓർ അരോമാറ്റിക് അമൈൻസ് ആണ്. ഓർഡർ ഓഫ് ബേസിക് സ്ട്രെങ്ത് ഇൻ അക്വസ് സൊല്യൂഷൻ. ബേസിക് സ്ട്രെങ്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ട് സെക്കൻഡറി പ്രൈമറി ടെർഷറി അമോണിയ അതായിരിക്കും വരുന്നത്. ദി പ്രോഡക്റ്റ് ഓഫ് ഹോഫ്മാൻ ബ്രോമോമൈഡ് റിയാക്ഷൻ ഓഫ് CH3CONH3 അമൈഡ് വെച്ചിട്ട് ചെയ്താൽ നമുക്ക് പ്രൈമറി അമൈനെ കിട്ടും. ഓക്കെ. പ്രൈമറി അമൈനാണ് കിട്ടുക. വിച്ച് റിയേജൻ കൺവേർട്ട്സ് RNO2 to RNH2. RNO2-നെ NH2-ലോട്ടാക്കുന്നത് SN+HCl അല്ലെങ്കിൽ H2PD ആയിരിക്കും. ഹിൻസ്ബർഗ് റിയേജൻ എന്താണെന്ന് ചോദിച്ചാൽ ഇതാണ് സാധനം. ബെൻസീൻ സൾഫണൈൽ ക്ലോറൈഡ് ആയിരിക്കും. ബെൻസീൻ സൾഫണൈൽ ക്ലോറൈഡാണ് ഹിൻസ്ബർഗ് റിയേജൻറ്റ്. ക്വിക്ക് ടിപ്സ് ഫോർ കെയിമാണ്. മെമ്മറൈസ് ബേസിസിറ്റി ഓർഡർ അക്വസ് ആൻഡ് ഗ്യാസ്. അത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, നോക്കിയേക്കണം. പ്രാക്ടീസ് നെയിംഡ് റിയാക്ഷൻസ്. ഹോഫ്മാൻ, ഗബ്രിയേൽ, കാർബലമൈൻ ടെസ്റ്റൊക്കെ നോക്കണം. പിന്നെ ഹിൻസ്ബർഗും കാർബലമൈനും ഡിസ്റ്റിങ്വിഷൻ ടെസ്റ്റാണെന്ന് ഓർക്കണം. സോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഒരു ക്വിക്ക് റിവിഷൻ പോലെയാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. ഇതിൻ്റെ നോട്ട്സ് ഞാൻ ടെലഗ്രാം ചാനലിൽ ആഡ് ചെയ്യുന്നതാണ്. സോ അതിൽ പോയിട്ട് ചെക്ക് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. താങ്ക് യു.